ഇന്ന് പരിചയപ്പെടുന്നത് രാത്രിഞ്ചരനായ പക്ഷി ശ്രീലങ്ക ഫ്രോഗ്മൗത്ത് അഥവാ സിലോൺ ഫ്രോഗ്മൗത്ത്. മക്കാച്ചിക്കാട എന്നും തവളവായൻ പക്ഷി എന്നൊക്കെയാണ് ഇവിടെ വിളിക്കുന്നത്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിററ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരളയുടെ 77ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്ക ഫ്രോഗ്മൗത്ത് അഥവാ സിലോൺ ഫ്രോഗ്മൗത്ത്, മക്കാച്ചിക്കാട എന്നും തവളവായൻ പക്ഷി എന്നൊക്കെയാണ് ഇവിടെ വിളിക്കുന്നത്. ബാട്രാക്കോസ്റ്റോമസ് മോണിലൈജർ എന്നതാണ് ശാസ്ത്രനാമം. 2 ഉപജാതികൾ ഉള്ളതിൽ റൂൺവാലി എന്ന ഉപജാതിയാണ് ഇന്ത്യയിലുള്ളത്. മക്കാച്ചിക്കാട ശ്രീലങ്കയിലും തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലുമാണ് കാണുന്നത്. നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും അടിക്കാടുകൾ, പ്രത്യേകിച്ച് ഈറ്റയും ചൂരലും അടക്കം ധാരാളമുള്ള ഇടങ്ങളും ആൾപ്പെരുമാറ്റം നന്നേ കുറവായ ഗ്രാമപ്രദേശങ്ങളിലെ കാവുകളുമാണ് മക്കാച്ചിക്കാടയുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ വരെ ഉയരം വരുന്ന വനപ്രദേശങ്ങളിലും ശ്രീലങ്കയിൽ 1800 മീറ്ററോളം ഉയരമുള്ള വനപ്രദേശങ്ങളുമാണ് മക്കാച്ചിക്കാടയെ കാണുന്നത്. രാച്ചുക്കുകളെ പോലെ രാത്രിഞ്ചരനായ പക്ഷിയെ പകൽ സമയം കാണുവാൻ പ്രയാസമാണ്. അടിക്കാടുകളിലെ തൂങ്ങിക്കിടക്കുന്ന കരിയിലക്കൂട്ടങ്ങൾക്കിടയിൽ മരക്കൊമ്പുകളോട് ചേർന്ന് പറ്റിപ്പിടിച്ച് നിശബ്ദരായി തീരെ ചലിക്കാതെ വിശ്രമിക്കുന്ന മക്കാച്ചിക്കാടയെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. പൊതുവെ മനുഷ്യ സഹവാസം ഇല്ലാത്തയിടങ്ങളാണ് പക്ഷി വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. പക്ഷിക്ക് 23 സെൻറ്റിമീറ്ററോളം നീളം കാണും. വീതിയുള്ളതും തടിച്ചു വീർത്തതും കൂർത്തതുമായ ഇളം മഞ്ഞ നിറത്തിലുള്ള കൊക്കാണുള്ളത്. തവളയുടെ വായ പോലെ തോന്നിക്കുന്ന കൊക്കുള്ളത് കൊണ്ടാണ് മക്കാച്ചിക്കാടയെന്നും തവളവായൻ പക്ഷിയെന്നും പേര് വന്നത്. വലിയ തലയും മുന്നോട്ട് തള്ളി നിൽക്കുന്ന കണ്ണുകളുമാണുള്ളത്. കണ്ണിന് ചുറ്റും ചാരനിറത്തിൽ പിങ്ക് കലർന്ന നഗ്ന ചർമ്മവുമുണ്ട്. കണ്ണിന് മുൻപിലും കണ്ണിന് ചുറ്റും ചെറിയ എഴുന്നു നിൽക്കുന്ന രോമം പോലുള്ള തൂവലുകളുണ്ട്. കുറിയ കാലുകൾക്ക് മങ്ങിയ മഞ്ഞ നിറം, നഖങ്ങൾക്ക് തവിട്ട് നിറം. ആൺപക്ഷിയും പെൺപക്ഷിയും നിറത്തിൽ വ്യത്യാസമുണ്ട്. ആൺപക്ഷിയുടെ നെറ്റിയും തലയും ചാരനിറം കലർന്ന തവിട്ട് നിറമാണ്. കഴുത്ത് മങ്ങിയ ചാരനിറം. പക്ഷിയുടെ പുറംഭാഗമെല്ലാം ചാരനിറം കലർന്ന തവിട്ട് നിറം. അതിൽ മങ്ങിയ മഞ്ഞ കലർന്ന വെള്ളപ്പുള്ളികളും അതിനിടയിൽ കറുത്ത കുത്തുകളും കാണാം. പക്ഷിയുടെ മേൽ വാൽമൂടികൾക്ക് പക്ഷിയുടെ പുറംഭാഗത്തിന്റെ നിറം തന്നെയാണ്, പക്ഷേ കറുത്ത കുത്തുകൾ കാണുകയില്ല. ചിറകുമൂടികൾക്ക് ചാരനിറത്തിൽ തവിട്ട് കലർന്ന നിറവും തൂവലുകളുടെ അറ്റത്ത് മങ്ങിയ പുള്ളികളും ഉണ്ടാകും. കൺപുരികങ്ങൾക്കും ചെവിമൂടികൾക്കും വൈക്കോൽ നിറം. തൊണ്ടയിലുള്ള വെള്ളപ്പുള്ളികളുടെ അരികിന് കറുപ്പ് നിറം കാണും. താടിയും തൊണ്ടയും ഉദരഭാഗവും ചാരനിറം കലർന്ന തവിട്ട് നിറം. നേർത്ത വരകളോടുകൂടിയ മാറിടത്തിന് തവിട്ട് നിറം. ധാരാളം വെള്ളപ്പുള്ളികളും അതിനിടയിൽ കറുപ്പ് കുത്തുകളും കാണാം. ഉദരഭാഗവും അതിന് താഴോട്ടും മങ്ങിയ തവിട്ട് നിറമാണ്. കീഴ്വാൽമൂടിക്ക് വൈക്കോൽ നിറത്തിൽ നേരിയ വരകളോടുകൂടിയതാണ്. പെൺപക്ഷിയുടെ നിറം പൊതുവെ കടും ചെങ്കൽ നിറമാണ്. നെറ്റിയും തലയും ചെമ്പിച്ച നിറം. കഴുത്തിന് പിറകുവശം മങ്ങിയ നിറമുള്ള കുത്തുകൾ കാണാം. പുറംഭാഗമെല്ലാം നല്ല ചെങ്കൽ നിറം. അതിൽ ത്രികോണാകൃതിയിലുള്ള കുത്തുകളുമുണ്ട്. തൊണ്ടയിലുള്ള വെള്ളക്കുത്തുകൾ ചെറുതായിരിക്കും. പക്ഷിയുടെ താടി, തൊണ്ട, മാറിടം എന്നിവ ചെമ്പൻ നിറം. കറുത്ത പുള്ളികൾ പൊതുവെ കുറവാണ്. ആൺപക്ഷികളെ പോലെ ഉദരഭാഗത്ത് വെള്ളപ്പൊട്ടുകൾ ഉണ്ടെങ്കിലും അവ കുറവായിരിക്കും. അടിഭാഗം മുഴുവൻ മങ്ങിയ ചെമ്പൻ നിറം. അതിൽ വെള്ളക്കുത്തുകൾ കുറവാണ്. പ്രായമെത്താത്ത പക്ഷിയുടെ നിറം പൊതുവെ മങ്ങിയ ചാരം കലർന്ന തവിട്ട് നിറമോ മങ്ങിയ ചെമ്പൻ നിറമോ ആയിരിക്കും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുട്ടികൾക്ക് വെള്ള നിറത്തിലുള്ള പൂടിയായിരിക്കും. 10 ദിവസമാകുമ്പോഴേക്കും അവയ്ക്ക് ചാരനിറമോ തവിട്ട് നിറമോ ആയിത്തീരും. രാത്രി സഞ്ചാരിയായ മക്കാച്ചിക്കാടയുടെ ആഹാരം പ്രധാനമായും പ്രാണികൾ, വണ്ടുകൾ, പുൽച്ചാടികൾ, മോത്തുകൾ, പാറ്റകൾ എന്നിവയാണ്. വായ തുറന്നു വെച്ച് പറന്നും കൊമ്പുകളിൽ നിന്ന് എത്തിപ്പിടിച്ചും തറയിൽ നിന്ന് കൊത്തിയെടുത്തുമൊക്കെയാണ് ഇര തേടുന്നത്. പകൽ സമയം മുഴുവൻ മരച്ചില്ലകളിൽ കരിയിലകൾക്കിടയിൽ ഒളിച്ചിരുന്ന് വിശ്രമിക്കും. മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തിരഞ്ഞെടുത്ത വിശ്രമ സ്ഥലത്ത് മാസങ്ങളോളം തുടരും. മനുഷ്യരുടെയോ മറ്റോ ശല്യമുണ്ടായാൽ തല അല്പം ചരിച്ചു കൊക്ക് മേൽപോട്ടാക്കി അനങ്ങാതെ കിടക്കും. ഉണങ്ങിയ ചുള്ളിക്കമ്പാണെന്നേ തോന്നുകയുള്ളൂ. ദീർഘനേരം അനക്കമില്ലാതെ അള്ളിപ്പിടിച്ചിരിക്കും. ശല്യം കൂടിയാൽ ചീറിക്കൊണ്ട് വായ് തുറന്ന് പിടിച്ച് പറന്നു പോവുകയും ചെയ്യും. സാധാരണ 2 മുതൽ 6 മീറ്റർ വരെ ഉയരമുള്ള അടിക്കാടുകളിലെ ഉണങ്ങിയ ഇലകൾ ധാരാളമുള്ള സൂര്യപ്രകാശം നന്നേ കുറവായി എത്തുന്ന മരച്ചില്ലകളിലാണ് വിശ്രമിക്കുന്നത്. ഉണങ്ങിയ ഇലകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഇവയെ കണ്ടുപിടിക്കാൻ ഏറെ പ്രയാസമാണ്. വിശ്രമിക്കുന്ന വേളയിൽ ചെറിയ കിളികൾ ഇവയെ ശല്യം ചെയ്യാറുമുണ്ട്. സാധാരണ സന്ധ്യയ്ക്ക് ശേഷമാണ് പക്ഷിയുടെ പാട്ട് ആരംഭിക്കുന്നത്. സ്ക്വാർ 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 എന്നോ മറ്റോ ഉള്ള വിളിയാണ്. 3-4 വ്യത്യസ്തമായ പാട്ടുകളുണ്ട്.
ജനുവരി ഏപ്രിൽ മാസങ്ങളിലാണ് പക്ഷിയുടെ പ്രജനനകാലം. ഉണങ്ങിയ മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന കരിയിലകൾക്കുള്ളിൽ പായലും ചെറിയ തൂവലുകളും നിറച്ചു വെച്ചാണ് കൂടൊരുക്കുന്നത്. കൂട്ടിന്റെ പുറം ഭാഗം മരത്തൊലിയും ലൈക്കണും മറ്റും ഒട്ടിച്ചു വെക്കും. കൂട്ടിൽ ഒരു വെളുത്ത മുട്ടയിടും. പകൽ സമയം ആൺപക്ഷി അടയിരിക്കും. രാത്രിയിൽ ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് അടയിരിക്കും. 1-2 മാസം കുഞ്ഞ് മുതിർന്ന പക്ഷിക്കൊപ്പം കൂട്ടിൽ തന്നെ കഴിയും. കുഞ്ഞ് പറക്കമുറ്റാറാകുമ്പോൾ ആൺപക്ഷി കൂട് നശിപ്പിക്കും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ എന്ന ഗ്രൂപ്പിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ശ്രീലങ്ക ഫ്രോഗ്മൗത്ത് അഥവാ മക്കാച്ചിക്കാട എന്ന പക്ഷിയെ ഇനി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.